ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് പത്രോസിനോട് അവന്റെ പടകിൽ കയറി ആളുകളോട് സംസാരിച്ച് തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ കർത്താവ് ഇവനോട് നിനക്ക് മീൻ കിട്ടാനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുന്നു. അവൻ വലയിറക്കി. അവന് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി, എ ലോട്ട് ഓഫ് ഫിഷ്. അതിനുശേഷം യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി. ഹി ഈസ് നോട്ട് എ നോർമൽ പേഴ്സൺ, ഹി ഈസ് ഗാഡ്. അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഹി സേസ്, ഡിപ്പാർട്ട് ഫ്രം മീ, യുവർ ലോർഡ്, ഫോർ യു ഫോർ ഐ ആം എ സിന്നർ. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. വിട്ടുപോകണമെന്ന് പറയുന്നത്. നോർമൽ കേസിൽ നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, കർത്താവെ, ഇനി ഞാൻ നിന്നെ ഇട്ട് ചെങ്ങും പോകത്തില്ല, കാര്യം ഇത്രയും മീൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ദൈവത്തെ അങ്ങ് കെട്ടിപ്പിടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ബ്ലെസ്സിങ്സ് നമുക്ക് തരുന്നത് ഒരു പക്ഷേ നമ്മളെ പാപബോധം ഉണ്ടാക്കാൻ കൂടെ ആണെന്ന് ചിലപ്പോൾ ചിന്തിക്കണം. When God gives you all kind of blessings, maybe sometimes it is God's language. God's language. ഇവൻ പറയാണ്, ഡിപ്പാർട്ട് ഫ്രം യുവർ ലോർഡ്, ഫോർ ഐ ആം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനോട് എന്നെ വിട്ടുപോകണമേ. അവൻ കരയുകയാണ്, അലറിക്കരയുക. എന്തുകൊണ്ട് വിട്ടുപോകണമെന്ന് പറയുന്നത്? ബിക്കോസ് ഹി ന്യൂ ഹൂ ജീസസ് ഈസ്. യേശു ആരാണെന്ന് അവന് മനസ്സിലായി. ആരാണ്? ഈസ് ഗാഡ്. ആൻഡ് ഹി ന്യൂ വാട്ട് ജീസസ് കുഡ് ഡു ടു ഹിം. യേശുവിന് അവനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. എന്ത് ചെയ്യാൻ കഴിയും? അവൻ ദൈവമാണെങ്കിൽ അവന്റെ പാപത്തെ ശിക്ഷിക്കാനുള്ള സകല അവകാശവുമുള്ളവനാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പത്രോസ് മനസ്സിലാക്കി. അവൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ, കാര്യം അവൻ അറിയാവുന്ന ദൈവം ഒരു കാര്യത്തിന് വേണ്ടി അവന് ഇറങ്ങി വരുന്നുള്ളൂ. എന്തിനാണ്? പാപത്തെ ശിക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവം. ദാറ്റ് ഈസ് ദ നോർമൽ കോൺസിക്വൻസ്, നോർമൽ തിങ്. ദാറ്റ്സ് എ നോർമൽ തിങ്. അവൻ ആ പാപത്തെക്കുറിച്ച്, അവന്റെ കോൺസിക്വൻസ്, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എപ്പോൾ കാണുന്നതെന്നറിയാമോ? ഇതാ ദൈവം വന്നിരിക്കുന്നു. എന്തിന്? എന്റെ പാപത്തെ ശിക്ഷിക്കാൻ. ഞാൻ അടുത്ത നിമിഷം എവിടെയായിരിക്കും കിടക്കുന്നത്? ഐ ആം ഇൻ ഇറ്റേണൽ ഹെൽ. ആ ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഇവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്, ലോർഡ്, ഐ ആം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എന്നെ ശിക്ഷിക്കരുതേ എന്നാവും പറയുന്നത്. കാര്യം എന്റെ ഡെസ്റ്റിനി ഇപ്പൊ നിന്റെ കയ്യിലാണെന്നാ പറയുന്നത്. ഐ എം ഇൻ യുവർ ഹാൻഡ്സ്. ഞാൻ നിന്റെ കയ്യിലാ. ഇറ്റ് ഈസ് യു ഹു ഡിസൈഡ് വെദർ ഐ ഷുഡ് കം ബാക്ക് ടു ലൈഫ് ഓർ ഗോ ടു ഇറ്റേണൽ ഹെൽ. ജീവിതത്തിലേക്ക് മടങ്ങി വരണോ, നിത്യ നരകത്തിലേക്ക് എന്നെ തള്ളിക്കളയണോ തീരുമാനിക്കുന്ന നീയാണ്. ആ പാപത്തെ നമ്മൾ മനസ്സിലാക്കുക. പാപത്തിന്റെ കോൺസിക്വൻസിനെ മനസ്സിലാക്കുമ്പോൾ, ശരിയായിട്ട് മനസ്സിലാക്കിയാൽ, അലറി കരയാത്തത് ആരാണെന്ന് നിങ്ങൾ പറ. ബിക്കോസ് ഐ ടോൾഡ് യു, നമ്മുടെ പാപത്തിന്റെ മിനിമം ശിക്ഷ എന്താണ്? ഇറ്റ് ഈസ് ഇറ്റേണൽ ഹെൽ. അതുകൊണ്ട് നിത്യ നരകത്തെക്കുറിച്ചുള്ള ഒരു ഗ്ലിംസ് എങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള പാപബോധം ഉണ്ടായിട്ടില്ല. പാപത്തിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു വ്യക്തി ശരിയായി പാപബോധം ഉണ്ടായിട്ടുള്ള വ്യക്തി അല്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. നോ വൺ സ്പീക്സ് അബൌട്ട് സിൻ. നോ വൺ സ്പീക്സ് അബൌട്ട് ദ കോൺസിക്വൻസ് ഓഫ് സിൻ. പാപത്തെക്കുറിച്ച് ഇന്ന് പ്രസംഗിക്കുന്നില്ല. പാപത്തിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. അടുത്തതായിട്ട് പാപം ഓർത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, പാപത്തെ ഓർത്ത് കരയാൻ തുടങ്ങുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടല്ലോ, എന്റെ പാപത്തെ അതായിട്ട് തന്നെ കണ്ട് പോയിന്റ് ബ്ലാങ്കിൽ ഞാൻ പിടിക്കപ്പെടുമ്പോൾ ഐ ക്രൈ. 2, അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ കരയുന്നു. 3, എന്റെ പാപം യേശുവിന്റെ മേൽ എന്ത് പ്രവർത്തിച്ചു എന്ന് കാണുമ്പോൾ ഞാൻ കരയുന്നു. ക്രൂശിന്റെ കാഴ്ച കണ്ട്. കാരണം ആ ക്രൂശ് യേശു അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് മൈ സിൻ. ലുക്ക് അറ്റ് ദ ക്രോസ്. ദാറ്റ്സ് വെയർ യു സീ വാട്ട് സിൻ ക്യാൻ ഡു ടു ദ മോസ്റ്റ് ഇന്നസെന്റ് പേഴ്സൺ ഹു എവർ ലിവ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദ പ്ലാനറ്റ് എർത്ത്. What my sin can do to the person, the most innocent person who lived on the face of this planet earth. ഭൂമുഖത്ത് ജീവിച്ച ഏറ്റവും നിർദോഷിയായ വ്യക്തിയെ എന്റെ പാപത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാഴ്ചയാണ് ഞാൻ കാൽവറി ക്രൂസിൽ കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ കരയുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ സിൻസ് ദാറ്റ് കിൽഡ്
ജീസസ്. മദ്യപിച്ച് മതോന്മത്തനായ ഒരു ചെറുക്കൻ തോക്കും കൊണ്ട് കളിക്കുകയാണ്, എല്ലാവരെയും വെടിവെക്കുമെന്നൊക്കെ പറയുകയാണ്. സപ്പോസ് അവന്റെ അപ്പൻ കയറി ചെന്നിട്ട് മോനെ തോക്ക് തരാൻ പറഞ്ഞില്ല, അവൻ മദ്യപിച്ച് നിൽക്കുകയാണ്, അവന് യാതൊരു ബോധവും ഇല്ല, അവൻ തോക്കുകൊണ്ട് ചൂണ്ടി എല്ലായിടത്തും നടക്കുകയാണ്. ആൻഡ് ഇവന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങിക്കാൻ അപ്പൻ പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ വെടിയുണ്ടയേറ്റ് ഈ അപ്പൻ മരിച്ചു പോയാൽ അപ്പോഴാണ് പെട്ടെന്ന് ഇവന് ബോധം വരുന്നത്. കാരണം അവന്റെ മദ്യപാനം അവന്റെ അപ്പനെ കൊന്നു കളഞ്ഞു. Then what he does, I'm quite sure, അല്പമെങ്കിലും ബോധം ബാക്കിയുണ്ടെങ്കിൽ അവൻ പൊട്ടിക്കരയായിരിക്കും. കാര്യം അവൻ ഒരിക്കലും ചിന്തിച്ചില്ല, അവൻ മദ്യപിച്ച് തുടങ്ങിയപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല അവന്റെ മദ്യപാനത്തിന് അവന്റെ അപ്പനെ കൊല്ലാൻ കഴിയുമെന്ന്. ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. This is what my sin did to Jesus. പാപം എനിക്ക് കളിയായിരുന്നു, ഞാനത് എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. But one day I understood it is my sin that hit Jesus and fixed him on a cross. ഞാനാണ് യേശുവിനെ കൊന്നത്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഒരു കാതലായ സത്യം അതാണ്. You know what Peter says? യഹൂദന്മാരായ ആളുകൾ വന്നപ്പോഴത്തേക്ക് അവരോട് ധൈര്യത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ. അതാണ് സുവിശേഷ പ്രസംഗം. ഒരുവൻ യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ കേൾക്കുന്ന ജനങ്ങളോട് പറയുന്ന വാക്കിതാണ്, ഇറ്റ് ഈസ് യു ഹു ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. അരുണാചലിൽ എനിക്കറിയാവുന്നൊരു മിഷണറി ഉണ്ട്. അയാള് വഴി കൊണ്ട് നടന്നു പോയപ്പോഴത്തേക്ക് ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് ഒരു പിച്ചാത്തി കൊണ്ട് നിൽക്കുകയാണ്. പാസ്റ്ററെ എവിടെ നിൽക്ക, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ, ഇപ്പൊ ഉത്തരം പറയണം. എന്തുവാ? യേശുവിനെ ക്രൂശിച്ചത് ബാപ്റ്റിസ്റ്റുകാരാണോ മെത്തഡിസ്റ്റുകാരാണോ? ഇപ്പൊ പറയണം. യേശുവിനെ ക്രൂശിച്ചത് ബാപ്റ്റിസ്റ്റുകാരാണോ മെത്തഡിസ്റ്റുകാരാണോ? നടന്ന സംഭവം. പാസ്റ്റർ പറഞ്ഞു, എടാ ബാപ്റ്റിസ്റ്റുകാരും അല്ല മെത്തഡിസ്റ്റുകാരും, നീ ആണോ യേശുവിനെ കുറിച്ച് മുട്ടുകുത്തണം അവിടെ? എന്തോ ദൈവത്തിന്റെ കാരണം ആ ചെറുക്കൻ അവിടെ മുട്ടുകുത്തി എന്നാണെങ്കിലും. പക്ഷെ ദിസ് ഈസ് ദ ഫാക്ട്. തമാശ വിട്, കാര്യം അതാണ്. എന്ത്? ഇറ്റ് ഈസ് മൈ സിൻസ് ദാറ്റ് ക്രൂസിഫൈഡ് ജീസസ്. ഇറ്റ് ഈസ് നോട്ട് ദ റോമൻസ്, ഇറ്റ് ഈസ് നോട്ട് ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാരല്ല യേശുവിനെ ക്രൂശിച്ചത്, റോമാക്കാരല്ല യേശുവിനെ ക്രൂശിച്ചത്. അതായിരിക്കാം ചരിത്രത്തിൽ ദൃശ്യലോകത്ത് ഞാൻ കാണുന്ന കാഴ്ച. ബട്ട് വാട്ട് ഇസ് ദ സ്പിരിച്വൽ റിയാലിറ്റി? ഇറ്റ് ഈസ് മൈ സിൻ ദാറ്റ് ക്രൂസിഫൈഡ് ജീസസ്. അത് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ കരയുന്നത്. ക്രിസ്ത്യാനിത്വം പാപബോധത്തോടെയാണ് തുടങ്ങുന്നത്. പാപബോധം ഉണ്ടാകാതെ ഒരാൾക്കും അനുതാപം ഉണ്ടാകത്തില്ല. അനുതാപം ഉണ്ടാകാതെ ഒരാളും അനുതപിച്ച് കരയത്തില്ല. And when you are repenting, then what happens? ആ റിപ്പന്റൻസ്, മാനസാന്തരത്തിൽ നിന്നാണ് ഒരു മടങ്ങിപ്പോക്കുണ്ടാകുന്നത്. ദൈവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ, ദൈവസഭയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. എനിക്ക് പാപബോധം ഉണ്ടാകണം, പാപത്തെ ഓർത്ത് ഞാൻ അനുതപിക്കണം, അനുതപിച്ച് കരയണം, മാനസാന്തരപ്പെട്ട് ഞാൻ മടങ്ങിപ്പോകണം, യേശുവിനെ അനുഗമിക്കണം. പക്ഷെ ഈ പാപബോധമില്ലാതെ ഇന്ന് സഭ പണിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പാപങ്ങളെ കുറിച്ച് most of the people who come to the church never had such an experience. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് യോഗങ്ങളിൽ ആരെങ്കിലും പാപബോധമുള്ള പ്രസംഗങ്ങളില്ല. പഴയ കാലത്തെ ഉപദേശിമാരൊക്കെ പ്രസംഗിച്ചപ്പോഴെല്ലാം പറഞ്ഞത് അതാണ്. എല്ലാവരും സെൻ ആ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ എന്താണ്, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധി പോകുമ്പോൾ പരീശന് എന്തില്ല? പാപബോധം ഇല്ല. പക്ഷെ ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയാണ്, കർത്താവെ പാപിയായ എന്നോട് കരുണ തോന്നണമേ. He is crying. He is beating the breast and he is crying. എത്ര പേര് നമ്മുടെ സഭകളിൽ പാപബോധത്തോടുകൂടെ മാറത്തടിച്ച് കരയുന്നു. നമ്മൾ പറയുന്നത് അതൊക്കെ നാണം കെട്ട പരിപാടിയാണെന്ന്. ശരിയായ പാപബോധം ഉണ്ടായാൽ നാണം കേടൊന്നുമില്ല, ഉണ്ടാകത്തില്ല. നാണം കേട് തോന്നുന്നെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം നമുക്ക് ശരിയായ പാപബോധം, നമ്മുടെ പരിസരബോധം നഷ്ടപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ പാപബോധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നത്. കാരണം അവർക്ക് എന്തില്ല? പരിസരബോധം ഇല്ല. ഞാൻ കരഞ്ഞാല് അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കുന്നതല്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവൻ ഒരിക്കലും പാപബോധം ഉണ്ടാകുന്നവനല്ല. പിന്നെ എന്റെ പാപം യേശു കർത്താവിൽ എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നതായ അവസ്ഥ. What my sin has done to Lord Jesus Christ.
ജോണതൻ എഡ്വേർഡ്സിന്റെയും മറ്റും പ്രസംഗങ്ങളുടെ പ്രത്യേകത അതാണ്. ജോണതൻ എഡ്വേർഡ്സിന്റെ പ്രസംഗങ്ങളിൽ he was a preacher who preached same sermon, one single sermon in 5,000 stages. ഒരൊറ്റ പ്രസംഗം 5000 സ്റ്റേജിൽ പ്രസംഗിച്ചിരുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു പ്രസംഗം രണ്ടാമത് കേട്ടാൽ നമുക്ക് ബോറടിക്കും, ഇല്ലേ? അതുപോട്ടെ, ഇദ്ദേഹം ഒരൊറ്റ പ്രസംഗം 5000 സ്റ്റേജിൽ പ്രസംഗിച്ചിരുന്നു. എന്തായിരുന്നു പ്രസംഗത്തിന്റെ പേര്? ദ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ആംഗ്രി ഗാഡ്. ഈവൻ നെറ്റിൽ നിങ്ങൾക്കത് കിട്ടും. യു ജസ്റ്റ് ട്രൈ ഇറ്റ്. ദ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ആംഗ്രി ഗാഡ്, ജോണതൻ എഡ്വേർഡ്സ്. അദ്ദേഹത്തിന്റെ പ്രസംഗം പാപിയായ ഒരു മനുഷ്യൻ തീഷ്ണതയുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ വീണാൽ അവന്റെ അവസ്ഥ എന്താണ്? അത് കേട്ട് ഓരോ സ്റ്റേജുകളിലും അദ്ദേഹം ഇത് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് 10,000-കണക്കിന് ആളുകൾ, ഖനിത്തൊഴിലാളികളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂടുതൽ കേട്ടത്. ഗ്രേറ്റ് അവൈക്കനിങ് എന്ന് പറയുന്ന ആ മഹാ ഉണർവിന്റെ നായകനായിരുന്നു ജോണതൻ എഡ്വേർഡ്സ്. ഷാമിയാനാവ് കേട്ടിട്ടാണ് അവർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഷാമിയാനയുടെ കാലുകളിലൊക്കെ ആളുകൾ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു പാപബോധം കൊണ്ട്. ഇന്ന് എവിടെയാ കരച്ചിൽ? ഹൃദയത്തകർച്ച നഷ്ടപ്പെട്ടതായ ഒരു ജനസമൂഹം. ഇവിടെയാണ് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ പ്രസക്തി. ഹൃദയത്തകർച്ചയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അവർക്കേ ആശ്വാസം ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ ആശ്വാസം ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എത്ര വലിയ പാപത്തിൽ നിന്നാണ് വീണ്ടെടുക്കപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തില് നമ്മള് പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയുടെ കാര്യം വായിക്കുമ്പോഴും അവിടെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? കർത്താവ് ശിമോനോട് ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. നമ്മുടെയൊക്കെ പ്രശ്നം, യേശു കർത്താവ് മരിച്ചില്ലായിരുന്നെങ്കിലും നമ്മളങ്ങ് രക്ഷപ്പെട്ടേനെ വന്ന നമ്മുടെയൊക്കെ ചിന്ത. ചിലപ്പോൾ പറഞ്ഞില്ല, ഞാനൊരു മര്യാദ പാപിയായിട്ട് ജീവിക്കുകയായിരുന്നൊക്കെ. എന്തോന്ന് മര്യാദ പാപി? അങ്ങനെ ഒരു പാപിയൊന്നുമില്ല. പാപിയാണെ അവനൊരു മര്യാദയില്ല, മര്യാദ ഉണ്ടേ അവൻ പാപിയുമല്ല. എന്തോന്ന് മര്യാദ പാപി? ഇതൊക്കെ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്? നമ്മളെ തന്നെ നീതീകരിക്കുവാനുള്ള പരിശ്രമമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാപം, ഒരു മര്യാദ പാപി എന്ന് ആരെങ്കിലും വിളിക്കാമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച ഒരാളാണ് പൗലോസ്. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ. ആരും എന്റെ മുഖത്ത് നോക്കി ന്യായപ്രമാണത്തിലെ ഇന്ന പ്രമാണം നീ തെറ്റിച്ചില്ലെന്ന് ചോദിച്ചിട്ടില്ലെന്നാ പോള് പറഞ്ഞത്. എന്നിട്ട് ആ പോള് പറയുന്നത് ആ പാപികൾ ഞാൻ ഒന്നാമെന്നാണ്. അപ്പം പിന്നെ നമ്മളൊക്കെ എവിടുത്തെ മര്യാദ പാപിയാ? നമ്മുടെ പാപങ്ങളുടെ ആധിക്യം കണ്ടിട്ട് ഇത്ര വലിയ പാപത്തിൽ നിന്നാണല്ലോ കർത്താവിനെ വീണ്ടെടുത്തത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഞാൻ പാപത്തെ ഓർത്ത് കരയുന്നത്. അവിടെയാണ് എനിക്ക് ഉണ്ടാകുന്നതായ ഹൃദയത്തകർച്ച. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ബിയാറ്റിറ്റ്യൂഡ്സിന് എപ്പോഴും രണ്ട്, there is a past, there is a present and there is a future. അല്ലെങ്കിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, പല ആസ്പെക്റ്റുകളുണ്ട്. അതിലൊന്ന്, നമ്മൾ പാപിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടാനും ആത്മാവിലെ ദാരിദ്ര്യം ആവശ്യമാണ്. കാര്യം അപ്പോൾ മാത്രമേ, ആത്മാവിൽ ദരിദ്രന് മാത്രമേ അവൻ പാപബോധം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് അവന് വീണ്ടെടുപ്പ് ആവശ്യമാണെന്ന് ബോധ്യം ഉണ്ടാകുന്നത്. ആത്മാവിൽ ദരിദ്രനായവൻ മാത്രമേ ദൈവത്തെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തത്തക്ക വണ്ണം അവന്റെ സിംഹാസനം, ജീവിതത്തിന്റെ സിംഹാസനം ഒഴിച്ചിടത്തുള്ളൂ. പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആത്മാവിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളർച്ച സാധ്യമാകത്തുള്ളൂ. ഇവിടെയും ഇതുപോലെ കരച്ചിലും രക്ഷിക്കപ്പെടാനും വേണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വേണം. ഹൃദയത്തകർച്ച രക്ഷിക്കപ്പെടാനും വേണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വേണം. രക്ഷിക്കപ്പെട്ടവനും ഹൃദയത്തകർച്ച ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലും പാപം ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഇറ്റ് ഈസ് ഓൾസോ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, വൺസ് യു ആർ സേവ്ഡ് ഇറ്റ് ഈസ് ഓവർ. നോ, ഇറ്റ് ഈസ് നോട്ട് ഓവർ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും പാപത്തെ ഓർത്ത് കരയുണ്ടായെങ്കിൽ വേണ്ട. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ, പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തു തന്നെ ഉണ്ടാകണം? ഇതേപോലെയുള്ള കരച്ചിലിന്റെ അവസ്ഥ നമുക്ക് അത്യന്താപേക്ഷിതമാണ്.